Good morning. Today we are discussing the journal entries in over and under subscription in the case of issue of shares. First one on receipt of application money, bank account added to share application account. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആപ്ലിക്കേഷൻ വരുന്ന എമൗണ്ട് ആണ് ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ എഴുതുന്നത്. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആൻഡ് നറേഷൻ ബീയിങ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. സെക്കൻഡ് ജേണൽ എൻട്രി ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് റീഫണ്ട് ഓഫ് എക്സസ്. അപ്പോൾ ഈ ജേണലിൽ നമുക്ക് നോക്കാം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് സാധാരണ ജേണൽ എൻട്രി വരുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസാണെങ്കിൽ നമുക്കത് രണ്ട് മൂന്ന് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അത് നമുക്ക് റിജക്റ്റ് ചെയ്യാം, എന്നിട്ട് റീഫണ്ട് ചെയ്യാം. അതാണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. റീഫണ്ട് ചെയ്യുന്നതാണ്, തിരിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ പ്രോറേറ്റ് അലോട്ട്മെൻറ്റ് എക്സസ് ആയിട്ട് വരുന്നത് നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ച് നമുക്ക് അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോറേറ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. എക്സസ് ആയിട്ട് വരുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുമ്പോൾ അത് നമുക്ക് അത്രയും കുറച്ച് കാണിച്ചാൽ മതി. മൂന്നാമതെന്ന് പറഞ്ഞാൽ ഇനിയും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, നറേഷൻ ചെയ്ത് ബീയിങ് ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് റീഫണ്ടഡ് മണി ആൻഡ് excess amount allotted to share allotment and calls in advance. ഓക്കെ, മൂന്നാമത്തെ ജേണൽ എൻട്രി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡ്യൂ ആകുമ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്തത് ഷെയർ അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് അഞ്ചാമത്തെ ജേണൽ എൻട്രി കോൾ മണി ഡ്യൂ ആകുമ്പോൾ ഷെയർ കോൾ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ലാസ്റ്റ് ജേണൽ എൻട്രി ഷെയർ കോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ചിലപ്പോൾ ഒരുമിച്ച് വരാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വരാം. അപ്പോൾ സിക്സ്ത് ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ കോൾ അക്കൗണ്ട്. അതായത് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസിലേക്ക് കുറച്ച് പൈസ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കോൾ എമൗണ്ട് കുറച്ച് വാങ്ങിച്ചാൽ മതി. മനസ്സിലായത്? ഫൈനൽ കോൾ ആണെങ്കിലും ഫസ്റ്റ് കോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് കുറച്ച് വാങ്ങിച്ചത്. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്താണ് പൈസ വന്നിട്ടുണ്ട്, കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും എമൗണ്ട് ഇവിടെ കുറച്ച് കാണിച്ചത് നമ്മൾ ഡിവൈഡ് ചെയ്ത കുറച്ച് ബാങ്കിലേക്കും കോൾസ് ഇൻ അഡ്വാൻസ് സ്വീകരിച്ചതിന് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിലേക്കും അതിലേക്കാണ് അത് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.